ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് വീഡിയോസൊക്കെ റെസൊനേറ്റ് ആവുക. അപ്പോൾ പ്ലീസ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ പ്രൈവറ്റ് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. പക്ഷെ അത് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഒരു ബുക്കിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഡിസംബർ മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് ഇവിടെ എന്ന് നമ്മൾക്ക് നോക്കാം. ഡിസംബർ മാസത്തിന്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. പാസ്റ്റില് 3 ഓഫ് സ്വോർഡ്സ്, പ്രസന്റ് കറണ്ട് ഡിസംബർ എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ആണ് 4 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് 6 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ ഈ മാസം 8 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഏസ് ഓഫ് സ്വോർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ഈ മാസം. ഇത് ക്ലാരിറ്റിയുടെ എനർജിയാണ്, ബ്രേക്ക് ത്രൂയുടെ എനർജിയാണ്, ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷന് പുറത്തു വരണ എനർജിയാണ്. ഇത് പുതിയ ബിഗിനിങ്സിന്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറെ പുതിയ ബിഗിനിങ്സ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, സഡൻ ഐഡിയാസ് വരും, ജോലി, ബിസിനസ്, സഡൻ ഓപ്പർച്യൂണിറ്റീസ് വരും, സഡൻ മെസ്സേജസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഇല്ല പുതിയ ഐഡിയ, നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് വെച്ചാൽ അതിനെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യണം. എന്നുവെച്ചാൽ ഇവിടെ അതിന് ഞാൻ കുറെ സക്സസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറെ ഒരു സ്പോട്ട് ലൈറ്റിലുള്ള എനർജിയാണ് ഇത്. ഒരു സക്സസും ഫോർവേഡ് മൂവ്മെന്റിന്റെ എനർജിയാണ് 6 ഓഫ് വാൻഡ്സ്. കുറെ നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ അതിലൊക്കെ സക്സസ് ഉണ്ടാവും. അപ്പോൾ ഈ മാസം ജോലിയുടെ കാര്യത്തിൽ ഇല്ലച്ചാൽ പുതിയ ബിഗിനിങ്സ്, പുതിയ ഐഡിയാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അതിൽ കുറെ സക്സസും ഉണ്ടാവും, അബണ്ടൻസും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും ആരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ആ പേഴ്സൺ ഒരു വെൽ നോൺ പോപ്പുലർ പേഴ്സൺ ആയിരിക്കാം. അങ്ങനെയാണെച്ചാൽ ഈ റിലേഷൻഷിപ്പിലും ഞാൻ കുറെ ഒരു ഹാപ്പിനെസ് ആണ് കാണുന്നത്, ഒരു നല്ല പോസിറ്റീവ് ഔട്ട്കം ആണ് കാണുന്നത്. അപ്പൊ 3 ഓഫ് സ്വോർഡ്സ് നിങ്ങളുടെ പാസ്റ്റില് 3 ഓഫ് സ്വോർഡ്സ് ഒരു ഹാർട്ട് ബ്രേക്കിന്റെ എനർജിയാണ്. പാസ്റ്റിൽ എന്തോ വർക്ക്ഔട്ട് ചെയ്തില്ല നിങ്ങൾക്ക്. ഇത് റിലേഷൻഷിപ്പിലാവാം, കരിയറിലാവാം. ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. സ്റ്റാർ ഹീലിംഗ് എനർജിയാണ്, ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ എനർജിയും കൂടിയാണ്. അത് അക്വേറിയസ് എനർജി കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കണ്ടായിരുന്നു ഈ പാസ്റ്റ് ഹാർട്ട് ബ്രേക്കിന്. ആൻഡ് ഫൈനലി നിങ്ങൾ സറണ്ടർ ചെയ്തു, നിങ്ങൾ ഫൈനലി ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങി. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി അത് ഈ പെയിൻ പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടിയും ലൈഫ് ഫുള്ളായിട്ട് ലിവ് ചെയ്യാൻ തുടങ്ങി, പറഞ്ഞാൽ നല്ല പോലെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു ഹീലിംഗ് എനർജി കൊണ്ടുവന്നു നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഈ കറണ്ട് എനർജിയിൽ 7 ഓഫ് പെന്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇപ്പോഴും എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ആണ് ചെയ്യണത്, എന്തോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നിങ്ങളുടെ. ഇത് കരിയറുടെ കാര്യത്തിലായിരിക്കാം, ഇല്ലച്ച ഒരു മേ ബി പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്, അത് എവിടെയോ ഞാൻ എക്സ്പെക്ട് ചെയ്യണ കാര്യം ശരിയായി വരും എന്ന്. മേ ബി നിങ്ങളൊരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഒരു പേഴ്സണിന്റെ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക.
കുറെ സമയം എടുത്തു ഈ പേഴ്സണ് വരാൻ. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി വരാൻ പോകുന്നുണ്ട്. പക്ഷെ കുറെ സമയം എടുക്കുന്നുണ്ട് ഈ പേഴ്സണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ, കോൾ ചെയ്യാൻ. ഇതൊരു വാട്ടർ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇതൊരു ലവ് മെസ്സേജ് ആവാം, അതല്ലൊരു കരിയർ മെസ്സേജ് ആവാം. പക്ഷെ ഇന്ന് കുറച്ച് സമയം എടുക്കും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ടാച്ചാൽ ആ വെയിറ്റിംഗ് പീരിയഡ് കുറച്ചുകൂടിയും ഉണ്ടാവും. 4 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. നിങ്ങൾ കുറെ റിസർവ്ഡ് ആയിട്ടാണ്, ഒരു റിസർവ്ഡ് എനർജിയിലാണ്. ആൻഡ് അത് മാത്രമല്ല 4 ഓഫ് പെന്റിക്കിൾസ് ഒരു പൈസ സേവ് ചെയ്യണ എനർജിയുമാണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരും. 2 ഓഫ് പെന്റിക്കിൾസ് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കുറെ പൈസ, കുറെ എക്സ്പെൻസസ് കൂടി പോണ എനർജി ആവാം. അതല്ല വെച്ചാൽ ഇത് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ എന്തോ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഫ്യൂച്ചറിൽ ആരോ നിങ്ങളുടെ അടുത്ത് വന്ന് എന്തോ പറയണ മാതിരി ഒരു ട്രൂത്ത് റിവീൽ ചെയ്യണ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറെ ഇംബാലൻസ് ആയി ഫീൽ ചെയ്യണു, ആൻഡ് നിങ്ങൾ വിഡ്രോ ചെയ്യണു ഒരു റിലേഷൻഷിപ്പിന്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണുന്നത് ഫ്യൂച്ചറിൽ. അപ്പൊ ഈ ക്വീൻ ഓഫ് സോർഡ്സ് ആരാണ്? നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. നിങ്ങളൊരു മെസ്സേജിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ടു, പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേക്കും കുറച്ചൊരു അവരൊരു പ്രാക്ടിക്കൽ ഡിസിഷനാണ് നിങ്ങളോട് പറയണത്. അത് മാത്രമല്ല ഒരു ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അവർ പറയണ കാര്യം കുറച്ചൊരു ഷോക്കിംഗ് ആയിരിക്കാം. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ പിന്മാറണേ. ഒരു സ്റ്റെപ്പ് നിങ്ങൾ പിമ്പോട്ടാണ് എടുക്കണേ. അപ്പൊ ഇവിടെ 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. 6 ഓഫ് കപ്സ് ഒരു റീകൺസിലിയേഷൻ എനർജിയാണ്. പക്ഷെ ഇത് പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യണ എനർജിയും കൂടിയാണ്. ഈ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ പ്രാവശ്യം ഈ ബ്രേക്കപ്പ് ഉണ്ടായിട്ടും നിങ്ങൾ തിരിച്ച് ആ പേഴ്സന്റെ അടുത്ത് തന്നെ പോണത്. അതാണ് ഇവിടെ ചാലഞ്ച്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി മുമ്പോട്ടാണ് പോകേണ്ടത്, പക്ഷെ നിങ്ങൾക്ക് ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. ആ പാസ്റ്റ് പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയോ നിങ്ങളുടെ തന്നെ ഫ്യൂച്ചറിനെ സാബോട്ടാജ് ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ആക്ച്വലി ഒരു വെരി ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്താലേ ആ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പോവുള്ളൂ. നിങ്ങളുടെ അഡ്വൈസ് പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ മുമ്പോട്ടാണ് നിങ്ങളുടെ സ്റ്റേബിൾ എനർജീസ് ഉള്ളത്. പാസ്റ്റിൽ ആ എനർജി സ്റ്റേബിൾ അല്ല. അപ്പോൾ 6 ഓഫ് സോഡ്സ് ഇവിടെ 2 ഓഫ് സോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് ഉണ്ടാക്കാൻ. നിങ്ങൾ ഇപ്പോഴും ആ ക്രോസ് റോഡ്സിലാണ്. അത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ മുമ്പോട്ട് പോവാം. അവിടെയാണ് അബണ്ടൻസ് ഉള്ളത്, സ്റ്റെബിലിറ്റി ഉള്ളത്, ലവ് ഉള്ളത്, സെലിബ്രേഷൻ ഉള്ളത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു ജോലി വിടാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ പാസ്റ്റ് കംഫർട്ട് സോണിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കണത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്. അതിനെ സാബോട്ടാജ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 8 ഓഫ് പെന്റിക്കിൾസ് ആണ് ഹിഡൻ ഫാക്ടർ. കുറെ ബിസി മന്ത് ആയിരിക്കും നിങ്ങൾക്ക് ഡിസംബർ. കുറെ റിലേഷൻഷിപ്പ് വൈസ്, വർക്ക് വൈസ് എല്ലാ കാര്യത്തിലും ഒരു ബിസി മാസമാണ്. കുറെ സ്ട്രെസ്സും ഉണ്ടാവും, കുറെ ഓവർ തിങ്കിങ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ബാലൻസ് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയണത്. ഇവിടെ ബാലൻസ് ഉണ്ടാവും, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഹീലിംഗും ഉണ്ട്. അപ്പോൾ മെന്റൽ ഇമോഷൻസ് പറഞ്ഞാൽ ഇമോഷൻസും മെന്റൽ ഹെൽത്തിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറെ ഡിപ്രഷനിൽ പോവാനുള്ള ചാൻസും ഉണ്ട്. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ സൂക്ഷിക്കില്ല വെച്ചാൽ, അതിൽ ഫോക്കസ് ചെയ്യില്ല വെച്ചാൽ ചിലപ്പോൾ ഡിപ്രഷന്റെ കേസസും കൂടാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഔട്ട്കം നിങ്ങൾക്ക് 2 ഓഫ് കപ്സ് ആണ്. ഔട്ട്കമിൽ ഞാനൊരു ലവ് റിലേഷൻഷിപ്പ് ആണ് കാണുന്നത്. 2 ഓഫ് കപ്സ് ഇവിടെ 4 ഓഫ് സോഡ്സ് ഉണ്ട്. 4 ഓഫ് സോഡ്സ് ഒരു സെപ്പറേഷൻ ആണ്. 9 ഓഫ് പെന്റിക്കിൾസ് ഒരു സിംഗിൾ പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ഒരു പേഴ്സണെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ഫൈനലി ഒരു സിംഗിൾ എനർജിയിലേക്കാണ് പോണേ. നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ആണ് ചെയ്യാൻ പോണത് ഈ മാസം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. അക്വേറിയസ് ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്,
അക്വേരിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് കാർഡ്സ് ഇവിടെ എന്താണ്? ബി ദ റിയൽ യു, ഒത്തന്റിക് യു പറഞ്ഞ ഫ്രീഡം, ഒത്തന്റിസിറ്റി, യൂണിക്നെസ്, കറേജ്. നിങ്ങൾ ഒത്തന്റിക് ആണ്. നിങ്ങൾ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ സ്വഭാവം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേറെ ആൾക്കാരുടെ കൂടിയും അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഒത്തന്റിക് ആവുക, അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അക്വേരിയസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ബട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.